ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ മഞ്ജൂസ് വ്ലോഗ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഉപ്പുമാവാണ് കേട്ടോ. റാഗി മുട്ട ഉപ്പുമാവാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഒക്കെ വളരെ നല്ലതാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഹെൽത്തിയുമാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസ് ഒക്കെ അയയ്ക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ റാഗി മുട്ട ഉപ്പുമാവിന് വേണ്ടി ഞാൻ ഒരു ബൗൾ നിറയെ റാഗി പൗഡർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉപ്പുമാവ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. വളരെ ഹെൽത്തിയുമാണ്. അപ്പം ഇതെല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം. അപ്പം പാൻ ചൂടായിട്ടുണ്ട്. ഞാൻ അതിലേക്ക് 1 സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പം നെയ്യ് ഒഴിച്ചു. ഞാൻ ആ നെയ്യിലേക്ക് ഈ റാഗി പൗഡർ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. നെയ്ക്കകത്തിട്ട് വേണം ഇതൊന്ന് വറുത്തെടുക്കാൻ കേട്ടോ. നല്ലൊരു മണം വരും വറുത്തതിൻ്റെ. അപ്പോൾ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. നല്ലൊരു മണം വരുന്നുണ്ട്. അപ്പം നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതൊരു പാത്രത്തിലേക്ക് ഇടാം. അപ്പം ഞാൻ വീണ്ടും അതേ പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുത്തു. ഇതിൻ്റെ കൂടെ തന്നെ 1/2 സ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ കടുക്, 1/2 സ്പൂൺ ഉഴുന്ന്, ഒരു 3 വറ്റൽമുളക്, അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില, ഇത്രയും കാഷ്യൂ നട്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മൂത്ത് കിട്ടണം. അപ്പം ഇനി അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ സവാള ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്ത് അതിട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ കുറച്ച് ഇഞ്ചി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തത്, ഒരു പച്ചമുളക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തത്. ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടണം. അപ്പം സവാള വഴണ്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന 1 ക്യാരറ്റ്, ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്ത ക്യാബേജ്. അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് വഴണ്ട് കിട്ടണം. നല്ലോണം വഴണ്ടിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന റാഗി പൗഡർ ഇട്ട് കൊടുക്കാം. ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ വളരെ നല്ലതാണ് കേട്ടോ. ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. അപ്പം നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം കുടഞ്ഞ് വേണം ഒഴിക്കാൻ കേട്ടോ. ഇങ്ങനെ കുടഞ്ഞൊഴിക്കുക. ഇനി ജസ്റ്റ് ഒന്ന് അടച്ച് വയ്ക്കുക. അപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പം വീണ്ടും കുടഞ്ഞ് വെള്ളം ഒഴിക്കുക. ഒരുമിച്ച് ഒഴിക്കരുത് നിങ്ങൾ. വീണ്ടും അടച്ചു വയ്ക്കുക. നമ്മൾ കുറച്ച് കുടഞ്ഞ് വേണം വെള്ളം ഒഴിക്കാൻ. 2-3 പ്രാവശ്യം ഇതുപോലെ കുടഞ്ഞ് വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. ഇല്ലെങ്കിൽ കട്ട പിടിക്കും കേട്ടോ. ഉപ്പുമാവിൻ്റെ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. അപ്പം ഇനി അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് വെള്ളം കൂടെ ഒഴിക്കാം. ഇനി ഒരു 3 മിനിറ്റ് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഇനി നമുക്ക് തുറന്ന് നോക്കാം. അപ്പം നമ്മളെ ഇനി വീണ്ടും ഒന്ന് ഇളക്കുക. ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. വെള്ളം കുടഞ്ഞ് 2-3 പ്രാവശ്യം ഒഴിച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ അത് കുഴഞ്ഞു പോവും. അതുകൊണ്ട് ഇത് ഞാൻ ഉണ്ടാക്കിയ ഉപ്പുമാവ് കുഴഞ്ഞിട്ടേ ഇല്ല. നിങ്ങൾക്ക് കാണുമ്പോൾ അത് മനസ്സിലാവും. ഉപ്പൊക്കെ കറക്റ്റിനുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത്
ഇപ്പം പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 2 മുട്ട ഞാൻ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് ബുജ്ജിയാക്കി എടുക്കണം. എന്നിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം. ഇനി ഒന്ന് തുറന്ന് നോക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം, ബുജ്ജിയാക്കണം. ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പം മുട്ട ബുജ്ജി റെഡി ആയിട്ടുണ്ട്. ഇനി റാഗി ഉപ്പുമാവിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മുട്ട ബുജ്ജി ഇട്ട് കൊടുക്കുകയാണ്. നമ്മളെ റാഗി മുട്ട ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല ഹെൽത്തിയുമാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമ്മുടെ ഇത് നോക്കിയേ, ഒട്ടും കുഴഞ്ഞിട്ടില്ല. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. വളരെ ഹെൽത്തിയാണ്, നല്ല മണവും ഉണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ. ഉണ്ടാക്കി നോക്കിയിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻസ് ഒക്കെ ചെയ്യുമോ. അപ്പോൾ ഇനി ഞാൻ നമുക്ക് വീണ്ടും ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബായ്.